എനിക്ക് 91 91 കഴിഞ്ഞപ്പോൾ ഈ നോമ്പ് ഇവിടെ 25 വന്നാൽ 92 പഠിച്ചാൽ എവിടുന്നും പഠിച്ചാലല്ല, ഒക്കെ സ്വയം പഠിച്ചതാണ്, ആരും കാണിച്ചു തന്നിട്ടൊന്നുമല്ല. മദ്രസയിലും സ്കൂളിലൊക്കെ പോയിക്കണു, പക്ഷേ ആ സ്കൂളൊക്കെ പൊളിഞ്ഞു പോയില്ലേ. ഇപ്പോൾ ഒരു മുണ്ട് കിട്ടണമെങ്കിൽ ഇപ്പോൾ അന്ന് 75 വയസ്സ് ഒക്കെ കൊടുക്കണം. കളരി പഠിച്ചത് പൂക്കാടഞ്ചേരിയിൽ നിന്ന്. അവിടെ രാത്രി പോവും. കളരിപ്പയറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയോ? ഒരു പുളിമ്പ് 4 കൊമ്പുണ്ട്. ഈ 4 കൊമ്പിൽ ഒരു കൊമ്പേ ഇപ്പോൾ ഈ കരാട്ട എന്ന് പറയുന്ന സാധനം പോയിട്ടുള്ളൂ. പാമ്പ് കടിച്ചാൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവരൂലേ, അതിനെ നീപ്പിച്ചാലേ മരുന്നുണ്ട് ഇപ്പോൾ കയ്യിൽ. വേറെ വൈദ്യം എന്ന് പറഞ്ഞാൽ തീ കൊള്ളതിനെല്ലാം മരുന്നുണ്ട്. അത് ഞാൻ സ്വയം കാച്ചിയതാണ്. അത് ആരും പറഞ്ഞു തന്നിട്ട് കാച്ചിയൊന്നുമല്ല. അപ്പോൾ ഞാൻ ആരും കാണാതെ മൂപ്പർക്ക് ഓരോ മുടുക കൊണ്ടേ കൊടുക്കും. അപ്പോൾ മൂപ്പർ പറഞ്ഞു തന്നു, ഞാൻ തൊടുന്നിടത്തൊക്കെ വർമ്മാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. ഉറുമിയെ ഇവിടെ വീശിയിട്ടില്ല. ഞാൻ ഉറുമി കുടിയിൽ നിന്ന് മാത്രമേ വീശിയിട്ടുള്ളൂ, ഇങ്ങോട്ട് കൊടുന്നിട്ടില്ല. അന്ന് 375 ഉറുപ്പ്യാണ് സൈക്കിളിന്. പിന്നെ 27 കൊല്ലം ചവിട്ടിയിട്ട് ഞാൻ പിന്നെ 900 ഉറുപ്പ്യൊക്കെ സൈക്കിൾ വിറ്റത്. പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, ഒന്നും പറയാൻ മനസ്സിലായി കിട്ടൂല്ലോ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ നേരത്തെ കണ്ട ആളുണ്ടല്ലോ, നമ്മുടെ ഇടത്തനാട്ടുകരയുള്ള മില്ലൊക്കെ നടത്തിയിരുന്ന മില്ലേരം മയമാക്കാൻ്റെ ആളാണിപ്പോൾ നിങ്ങൾ കണ്ടത്. ആൾക്ക് ഇപ്പോൾ 91-92 വയസ്സായിട്ടുണ്ടാവും. കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമ്മളെ കുറിച്ചൊന്ന് പറയാം. നമുക്കൊക്കെ ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ഒരുപാട് ജോലികളുണ്ടാവും. ഒരുപാട് ജോലിയല്ല, ഒറ്റ ജോലിയുണ്ട്. ആ ജോലിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പരാതിയേ ഉള്ളൂ. ഭയങ്കര ടയേർഡായി വീട്ടിലെത്തുമ്പോഴും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പറയും, ഇന്ന് വളരെ തിരക്കായിരുന്നു, ഞാൻ ഭയങ്കര ടയേർഡായി, വേറെ ഏതെങ്കിലും ജോലി നോക്കണമെന്ന് പറയും. അതൊക്കെ നമ്മളെ ഇപ്പോഴത്തെ സൗകര്യം വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഒരുപാട് പ്രായമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോട് നിങ്ങളോടൊന്ന് രസമായിട്ടും ചോദിച്ചു നോക്കുന്നുണ്ടോ, അല്ലമ്മ, അല്ലെ ഇപ്പ, അല്ലെ കാരണന്മാരെ, നിങ്ങളൊക്കെ നിങ്ങളെ കാലത്ത്, നിങ്ങളെ ചെറുപ്പകാലത്ത് എന്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എന്നൊന്ന് ചോദിച്ചു നോക്കുന്നുണ്ട്. വെറുതെ ചോദിക്കാം. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറയും, ഇനിയും ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് ചോദിക്കാം നമുക്ക്, പിന്നെ അന്ന് നിങ്ങൾക്ക് ആ ജോലിയിൽ മുഷിപ്പൊന്നും തോന്നിയിരുന്നില്ലേ എന്ന് ചോദിക്കാം. അതും വെറുതെ ചോദിച്ചാൽ മതി. അപ്പോൾ അവരതിൻ്റെ കാര്യം പറയും. അങ്ങനത്തെ ഒരു കാര്യം പറയുന്ന സ്വറപറച്ചിലാണ് ഇന്ന് നമ്മൾ മൂമാക്കാണപ്പം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എന്തായാലും ആരും സ്കിപ്പ് ചെയ്യാതെ കാണാം, രസമുള്ള കഥയാണ്. പിന്നെ ഇത്രയും കാലത്തിനിടക്ക് എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്? മുന്നേ എന്ന് പറഞ്ഞാൽ കന്നൂട്ടും പണിയും കൈക്കോട്ടും, പിന്നെ തെങ്ങുമ്മ കയറലും കവുങ്ങുമ്മ കയറലും, പിന്നെ കൊടുകി പോയലും, പിന്നെ വയനാട്ടിൽ പോയലും ഒക്കെ ഉണ്ടായിരിക്കണു. വയനാട്ടിൽ 3 മാസം നിന്നു. പിന്നെയൊക്കെ കൊടുകിലേ പോയിരുന്നത്. ഇവിടുന്ന് നല്ല ചെറിയതായി നന്നായി മുതലാളിമാരവിടെ നിന്നു. അവിടുന്ന് പഴഞ്ചോറും തൈരും ഉപ്പും നല്ലോണം അടിച്ചിരുന്നു. അന്ന് ഞാനും മൂപ്പരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എരുമ കറക്കാണ്ടായിരുന്നു. ഇന്നല്ലാതെ ഒരു മനുഷ്യനെ കറക്കാൻ അയക്കൂല. ഞാൻ ഏത് സമയത്ത് ചെന്നാലും എനിക്ക് റെഡിയാണ്. വേറൊരു മനുഷ്യൻ ചെന്നാൽ അതിനെ കറക്കാൻ അയക്കൂല. അങ്ങനത്തെ എരുമകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ചാക്ക് അടക്ക മൂട്ടിയിട്ട് അന്ന് പറിച്ചന ആൾ തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഒരാൾ പറിച്ചാണെങ്കിൽ 4 ആൾ 5 ആളൊക്കെ പെറുക്കാൻ വേണം. അന്ന് കാൽമ ഇറക്കലാണ്. 1000 അടക്കൊക്കെ കാൽമ ഇറക്കിയിരുന്നു ഞാൻ. അല്ല, ഈ തളപ്പിട്ടിട്ട് അതിൻ്റെ അടിയിലേ കാൽമ വെക്കുക, അങ്ങനെ വെച്ച് ഇറക്കിയിരുന്നു. ഒരു പഞ്ചസാര ചാക്ക് നിറച്ച് ഇട്ട് മൂട്ടിയിട്ട്, അന്ന് ആരുമില്ല, പിടിച്ചു തരാനൊന്നും ആരുമില്ലല്ലോ, നാട്ടിന് വെക്കും. എന്നിട്ട് അതിൻ്റെ ചോട്ടിലാണ് കിടക്കും. എന്നിട്ട് മുതവും പുറത്തേക്കാണ് മറിച്ചും, എന്നിട്ട് നീരും, എന്നിട്ട് തലയിലാണ് വെക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. പിന്നെ വെള്ളം തേവും. 400 കൊട്ട വെള്ളം തേയിരുന്നു പണിക്ക് പോകാനാകുമ്പോഴേക്ക്. നേരത്തെ കഴിച്ച് പോവും.
400 വട്ട വെള്ളം തേയൽ 400 800 വട്ട വെള്ളം രണ്ടാൾ തേയണം കൊളാറും. അങ്ങനെ ഈ 400 തേയിട്ട് വെള്ളം ഇട്ടിട്ട് നിർത്തിയിരുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ കറണ്ടൊക്കെ നേരാക്കാനും അതിനൊക്കെ പോയിരുന്നു. അങ്ങനെയുള്ള പണികളൊക്കെ ഇപ്പോൾ എടുത്തിരുന്നതല്ലേ. ഇപ്പോൾ ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ട് ഇവിടെ മെയിൻ ലൈന് വണ്ണം കുറഞ്ഞ പീസ് കമ്പി കെട്ടും. ഞാൻ ഓല് പോയാൽ ഓഫ് ചെയ്തങ്ങാണ്ട് കയറിങ്ങാണ്ട് വണ്ണം കൂട്ടിക്കെട്ടും. എന്നാൽ ഓലെ എവിടെ വണ്ണം കുറഞ്ഞ കമ്പി വെച്ചാൽ അവിടെ അടിച്ചു പോവുക, നമ്മളെടുത്ത് അടിച്ചു പോവില്ല. അതിനെ ഞാൻ വണ്ണം കൂട്ടിക്കെട്ടണത്. അങ്ങനത്തെ പണികളൊക്കെ എടുത്തിരുന്നു ഞാൻ. വെള്ളമടിച്ചിന വില്ലേജ് മോട്ടറുണ്ടല്ലോ, വില്ലേജ് ഇഞ്ചം മണ്ണെണ്ണക്കോടിനെ, അതിന്മേൽ കുറേ പണിയെടുത്തു. പിന്നെ ഇഞ്ചൻ പണിയൊക്കെ എടുത്തിരുന്നു. പിന്നെ കോയമ്പത്തൂർ പോയി ക്രാങ്ക് ഓടുന്ന ഫിറ്റ് ചെയ്തിരുന്നു. അങ്ങനത്തെ പണികളൊക്കെ എടുത്തിരുന്നു. ഇങ്ങനെ ഓരോന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ പഠിഞ്ഞു പോന്നു. ആദ്യം വില്ലേജുമേ തുടങ്ങിയത് വെള്ളമടിച്ചിനെ. അതിന്മേന്ന് പിന്നെ പല സ്ഥലത്തൂടെയൊക്കെ പോയി നേരാക്കാൻ. അന്നൊന്നും ആളില്ലല്ലോ നേരാക്കാൻ. അന്ന് രാത്രിയൊക്കെ എല്ലാ സ്ഥലത്തൂടെയും പോയി ഞാൻ നേരാക്കി വെള്ളം അടിച്ചു കൊടുത്തു പോരും. അങ്ങനെ പണിയെടുത്തും കൊണ്ട് നടന്നിരുന്നത്. പിന്നെ ഈ മണ്ണാടിയാര അവിടെയൊക്കെ വന്നുകാണ്ട് 15 ദിവസമൊക്കെ പണിയെടുത്തിരുന്നു. കുളവും കിണറുമൊക്കെ തേയി, അമ്പലക്കുളമൊക്കെ തേയി അറുത്ത് മീൻ പിടിച്ച് 2 കോമ്പല മീൻ ഞാൻ കൊണ്ടുപോകും. ബാക്കി കൊല്ലെടുക്കും. ഹലാക്കിൻ്റെ കണ്ണന്മാരെ അമ്പലക്കുളത്തിൽ നിന്ന് പിടിച്ചിരുന്നു. അവിടെ പെരയിൽ ഉണ്ടായല്ലോ, അവിടെ മില്ലിട്ട് പോയി. അവിടെ 2 കൊല്ലം നിന്നു. എന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് പഠിക്കപ്പാടത്തേക്ക്. പഠിക്കപ്പാടത്ത് 10 കൊല്ലത്തോളം നിന്നിട്ടുണ്ടാവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ 47 കൊല്ലം മില്ലിലെ പണി എടുത്തിട്ടുണ്ടാവും. 2-3 മില്ലിലും കൂടിയായിട്ട്. അവിടെ കൊടുകയിൽ ചെന്നിട്ട് അവിടെ ഒരു ബാബി മോലി പറഞ്ഞിട്ടൊരു കൊടുക ഉണ്ടായിരുന്നു. മൂപ്പർക്ക് പീടിക കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സിന് വരും, ബസ്സിന് കയറ്റും. അങ്ങനെ അവിടുന്ന് അയാൾ അന്ന് ഞാൻ നീളം കുറഞ്ഞ മഞ്ഞനല്ലേ. അപ്പോൾ എനിക്ക് അന്ന് 2 റുപ്യാണ് കൂലി. അവിടെ 4 കുറക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയ മഞ്ഞനല്ലേ, അപ്പോൾ 4 കുറക്കുന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, യശമാനെ എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് എനിക്ക് പൈസ അയച്ചു കൊടുക്കണ്ടായിരുന്നു. എന്നാൽ എനിക്ക് വിലയിലേറെ 4 അധികം തരാറുണ്ട്. അങ്ങനെ അവിടുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാക്കിയിരുന്നു. പിന്നെ അയാൾക്ക് രാത്രിയും പകലും ഒക്കെ ഞാൻ വേണം. എന്ത് പണിയെടുക്കാനും ഞാൻ തന്നെ വേണം. അങ്ങനെ ഇപ്പോൾ ആഴ്ചയൊക്കെ മരിച്ചു പോയി. കാപ്പിത്തോട്ടം കരാറെടുക്കുക, ഇങ്ങോട്ട് പുല്ല് ചെത്താൻ, അങ്ങനെയൊക്കെ പണിയെടുത്തിരുന്ന ഞങ്ങൾ 4 ആൾ. ഓരൊക്കെ പോയി, ഞാൻ തന്നെ ഉള്ളു പയിലുവാക്കി. ഒപ്പം പണിയെടുത്തിരുന്നവരൊക്കെ പോയി, ആരുമില്ല. ഇപ്പോൾ അവിടെ ചേരിപ്പറമ്പിൽ 200 വീടുണ്ട്. ആ 200 വീട്ടിലും ഇപ്പോൾ എൻ്റെ എത്ര വയസ്സായാലും ആരുമില്ല. 91 വയസ്സായാൽ ആരുമില്ല. ഇപ്പോൾ പള്ളിക്കൽ വേണമെങ്കിൽ ഞാനാണ് ഇപ്പോൾ മുന്തി നിൽക്കുന്നത് വയസ്സുകൊണ്ട്. നമ്മളെ എപ്പോഴാണ് പടച്ചം പൊളിച്ചാന്ന് അറിയില്ല. പള്ളിക്ക് 2 നേരം പോവും. പിന്നെ സുബൈക്ക് പോവില്ല, ഏർക്കും അസർക്കും പോവും. പിന്നെ പോവില്ല, പോകാൻ പറ്റ. പിന്നെ ഈ പന്നികളൊക്കെ അല്ലേ എന്തെങ്കിലും കണ്ടാൽ മണ്ടാനൊന്നും പറ്റല്ലോ. ഞാനിപ്പോഴും രാത്രി പണിയെടുക്കലുണ്ട്. മില്ലിലെ പണിയേ ഉറക്കത്തിൽ ഇങ്ങനെ എടുക്കലുണ്ട്.
എത്ര കൊല്ലം 45 കൊല്ലം പണിയിട്ടതല്ലേ, 47 കൊല്ലത്തോളം പണിയിട്ടതല്ലേ. വൈകുന്നേരമാവോളം പണിയെടുക്കും, വൈകുന്നേരം കഴിച്ച് നേരാക്കും. അന്ന് ഡീസലിന്മേണ് പണിയേ. വൈകുന്നേരമാവോളം പണിയെടുക്കും, വൈകുന്നേരം തട്ടി കഴിച്ച് നേരാക്കും. അങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പം അത് മനസ്സിന് പോണില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ എണ്ണ ആട്ടണമെന്ന് നേരം പൊൾക്കോളം എണ്ണ ആട്ടൽ തന്നെ ഇരിക്കാരോ. അതാണ് പോണില്ല മനസ്സിന്ന്. അപ്പം ചില്ലറ ജോലിയല്ല എടുത്തിട്ടുള്ളത്, കേട്ട് പഠിക്കും. അല്ല അപ്പം എന്താ ഇപ്പം പറയാ, നമ്മൾ ചെറിയൊരു ജോലി കിട്ടിയിട്ടാണ് ഇങ്ങനെ കടന്നുങ്ങാണ്ട് കുറ്റം പറയൽ. പിന്നെ അതടക്കട്ടെ. പിന്നെ ഈ കളരിയൊക്കെ പഠിച്ചിട്ടില്ലേ? കളരി അതെവിടുന്നിരുന്നു, എങ്ങനെയായിരുന്നു? കളരി പഠിച്ചത് പൂക്കാടഞ്ചേരിന്ന്. അവിടെ രാത്രി പോവും. അവിടെ ബലയും കൂറ്റമ്പാറക്കാരും മമ്മൂട്ടിയാക്കൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് ഞങ്ങൾ പൈസയൊന്നും കൊടുക്കാതെ കയറി ഓലൊക്കെ കമ്മിറ്റിയായിട്ട് പഠിച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി സ്വയം ഞമ്മക്ക് തന്നെ ഓരോന്നോരോന്ന് പഠിഞ്ഞു. ഈ വടി വീശലും ഉറുമി വീശലും ഉറുമിയൊക്കെ വീശും. ഉറുമിയൊക്കെ രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഞാൻ കുടിയിൽ നിന്ന് നീച്ചിങ്ങാണ്ട് ഉറുമി വീശുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ എന്താണത് എന്ന് അറിയാൻ അതിലൊരു യുദ്ധം പതുക്കെ വന്നു നോക്കി. അപ്പോൾ ഞാൻ അത് ഉറുമി വീശുന്നത് കണ്ട് അങ്ങനെ ഉറുമി പഠിച്ചു, വടി വീശൽ പഠിച്ചു, ഇങ്ങനെ പലതും ഒക്കെ പഠിച്ചു. ഞാൻ കളരി പഠിക്കാൻ പോയിരുന്ന കാലത്ത് 4 കുളി ദിവസം കുളിച്ചിരുന്നു. 4 കുളിച്ച. രാവിലെ സുബൈക്ക് കുളിച്ചും, ഉച്ചക്ക് കുളിച്ചും, വൈകുന്നേരം കുളിച്ചും, രാത്രി 2 മണിക്കും കുളിച്ചും. 2 മണിക്ക് കളരിപ്പയറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ട് കുളിച്ചിട്ടേ പോരുള്ളൂ. അന്നത്തെ കാലത്ത് ഈ ഒടിയന്മാരെയൊക്കെ ശല്യമുള്ള കാലമാണ് അന്ന്. ടോർച്ച് അടിച്ചാൽ കണ്ണ് കാണുന്നല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് അന്ന്. അതാണ് കളരിപ്പയറ്റ്. പിന്നെ കളരിപ്പയറ്റിന് മറുവശമുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ കന്നിനൊക്കെ അടിച്ച് തള്ളിയിടലുണ്ട്. കന്നിനെ അടിച്ച് തള്ളിയിട്ടിട്ട് മറുവശം അടിച്ചിങ്ങാണ്ട് നീപ്പിച്ച് കൊണ്ടുപോകലൊക്കെ ഉണ്ട്. അതേമാതിരി ഒരു പാമ്പിനെ അടിച്ചിങ്ങാണ്ട് പാമ്പിൻ്റെ തല എങ്ങനെയാണ്ട് വരും. പിന്നെ അത് പോവില്ല, വട്ടത്തിലിങ്ങനെ കറങ്ങി കഴിക്കുള്ളൂ. അങ്ങനെ പാമ്പിനെ അത് ഇങ്ങനെ അടി, ഇങ്ങനെയൊന്നും അല്ല അടി, ചെറിയൊരു ചുള്ളി വടി ഇങ്ങനെ അടി, ഇങ്ങനെ. പിന്നിന്ന് ഒരു വശം, പിന്നെ മുന്നിന്ന് മറ്റേ വശം, അങ്ങനെ അടിക്കുക. കളരി പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, മർമ്മങ്ങൾ അറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പാമ്പിനെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഇതാവുന്നതും പിന്നെ അതേപോലെ തന്നെ പോത്തിനെ ചെയ്യുന്നതൊക്കെ അല്ല. മനുഷ്യന്മാരെ ചെയ്തിട്ടുണ്ടോ? മനുഷ്യന്മാരെ അങ്ങനെയല്ല, മനുഷ്യന്മാരെ അത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ മനുഷ്യന് അടിച്ചാൽ ഇനി അത് പേച്ചാൽ ആ ആളവിടെ തന്നെ കിടക്കും. അപ്പോൾ മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റില്ല. മറുവശം അടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ ഈ ആൾ എന്നും അങ്ങനെ കിടക്കും. ഏത് ആശുപത്രിയിൽ പോയിട്ടും കാര്യമില്ല, മറുവശം അടിച്ചണല്ലോ. അങ്ങനത്തെ കെണികളാണ് ഈ മറുവശം. ഒരു വശം അടിച്ചിട്ട് മറ്റേ വശം അടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ മനുഷ്യനല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തിട്ടുമില്ല. ഇങ്ങനെ പിടിച്ച് ബർമ്മൊക്കെ പിടിച്ചെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മറുവശം അടിച്ചാൻ പറ്റില്ല. ഞാൻ എനിക്ക് ഓർമ്മയുള്ളൊരു സമയമുണ്ട്. നിങ്ങൾ
കളരിപ്പയറ്റുമായി ബന്ധപ്പെട്ടിട്ടൊരു പ്രോഗ്രാം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഒരു ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ സിനിമകളിലൊരു വടി വീശലുണ്ടാക്കിയേ, അന്ന് ഒരു കുട്ടിനെ ഈ വടിത്തല്ല് പഠിച്ചാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിനെയും പിടിച്ചിട്ട് കിട്ടിയില്ല. പോത്തട മുസ്തഫാനോടൊക്കെ പറഞ്ഞു നോക്കി, ഓലാരും സ്വീകരിച്ചില്ല. വടിയുണ്ട് വടിത്തല്ല് അതൊക്കെ എനിക്കറിയേ, ആ വടിത്തല്ലൊക്കെ പഠിച്ചേക്കുന്നേ. ഇവിടെ ആർക്കും അറിയില്ല അങ്ങനെ. ഇവിടെ പിന്നെ അറിയണോലുണ്ടായിരുന്നു ഈ കരാട്ടക്കാർ, ഓല് ഇതിൻ്റെ മുകളിൽ കളിച്ചിരുന്നു. കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അറിയോ, ഒരു പുളിമ്പ് 4 കൊമ്പുണ്ട്. ഈ 4 കൊമ്പിൽ ഒരു കൊമ്പേ ഇപ്പോൾ ഈ കരാട്ട എന്ന് പറയുന്ന സാധനം പോയിട്ടുള്ളൂ. 3 കൊമ്പും പുളിമ നിൽക്കുകയാണ്. പിന്നെ ഉറുമി വീശലുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഉറുമി വീശൽ അത് ഇവിടെ അന്ന് വീശിയിട്ടുണ്ടോ? ഇപ്പം ഉണ്ടോ, നിലവിലുണ്ടോ സാധനം? ഉറുമിയെ ഇവിടെ വീശിയിട്ടില്ല ഞാൻ. ഉറുമി കുടിയിൽ നിന്ന് മാത്രമേ വീശിയിട്ടുള്ളൂ, ഇങ്ങോട്ട് കൊടുന്നിട്ടില്ല. അവസരം കിട്ടി. അത് ഇവിടുന്ന് എടുത്താൽ അത്രയും നീളമുണ്ട് ആ സാധനം. എന്നിട്ട് നിലത്ത് തട്ടുമ്പോൾ തീ ഇങ്ങനെ പാറും. അത് ഒച്ചയൊക്കെ കേട്ടിരുന്നത്. ഈ ഇപ്പോഴും ഉണ്ട് അത്? ഇപ്പം ഇല്ല, അത് സാധനം പൊടിയൊക്കെ ചേലൊടിച്ച് നാശമായി. മർമ്മം അറിയും അല്ലേ? അതെവിടുന്ന് പഠിച്ചത് മർമ്മം? ആരെ പഠിപ്പിച്ചെന്ന്? ആ, മർമ്മമൊക്കെ അറിയും. അതെങ്ങനെ പഠിച്ചു? അത് ഇത് പാലക്കാട്ടുകാരൻ വെള്ളക്കുട്ടനെന്ന് പറഞ്ഞ ചങ്ങായിയെ പഠിപ്പിച്ചാൽ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ആരും കാണാതെ മൂപ്പർക്കോരെ മുടുക കൊണ്ടേ കൊടുക്കും. അപ്പോൾ മൂപ്പര് പറഞ്ഞു തന്നു, ഞാൻ തൊടുന്നിടത്തൊക്കെ വർമ്മാണെന്ന് വിചാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാൻ വർമ്മാണെന്ന് തൊടുന്നിടത്തൊക്കെ മൂപ്പര് എന്നെ തൊടും, എന്നെ പിടിച്ചും തോളിൽ കൂടി ഇടും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറയും വർമ്മം പഠിയണമെന്ന് അറിയും. അപ്പോൾ ഞാൻ പൊടിച്ചിനോടത്തൊക്കെ വർമ്മാണെന്ന് വിചാരിച്ചാൽ മതിയെ അറിയും. ഞാൻ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ കുറച്ച് പ്രായമാവുന്നവരെയൊക്കെ ഞാൻ ഫുട്ബോൾ കളിച്ചിരുന്നതാണ്. നമ്മുടെ നാട്ടിലുള്ള കുറേ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ തന്നെയാണ് അന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഉളുക്ക് ചതവ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ പോണ ആരെയെന്നോ മമ്മക്കാൻ്റെ അടുത്താണ് അല്ലേ? അന്ന് ഈ ഉളുക്കും ചതവൊക്കെ വരുന്ന സമയത്ത് അതെങ്ങനെയാണ് പിടിക്കൽ? അത് നല്ല വേദന ഉണ്ടാവും കേട്ടോ. എന്നാലും ഒന്ന് പറയും. അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ഞരമ്പ് നോക്കി പിടിച്ചാണ്, കജുമ്പ എണ്ണയാക്കിയിട്ട് ഞരമ്പ് പിടിച്ചിട്ട് ആ ഞരമ്പുമ്മയാണ് ഇപ്പോൾ ശരിയാക്കൽ. അത് ഓരോ ഭാഗത്തും ഇപ്പോൾ കവുത്തിലാണെങ്കിൽ ഇപ്പോൾ ഈ വശമാണെങ്കിൽ ഇവിടെ പിടിച്ചും, ഈ വശമാണെങ്കിൽ ഇവിടെ പിടിച്ചും, അങ്ങനെ പല സ്ഥലത്തും പിടിച്ചും. അത് ഒരു 12 വയസ്സിൽ തുടങ്ങിയിരിക്കണു ഉഴിച്ചിൽ. അങ്ങനെയൊക്കെ അതൊക്കെ സ്വയം പഠിച്ചു തന്നെയാണ്. അപ്പം മയമാക്ക സർവകലാ ബല്ലവനാണ് അല്ല മയമാക്ക? പിന്നെ ഈ മർമ്മറി, അതേപോലെ തന്നെ പിന്നെ കുറേ ചതവുകൾ കാര്യങ്ങളൊക്കെ അറിയാം, ഇതൊക്കെ അറിയാം. പിന്നെ കളരിപ്പയറ്റ് അതൊക്കെ അതിൻ്റെ വേറൊരു വശം. ഈ ചികിത്സാ രീതികൾ എന്തെങ്കിലും അറിയോ? അതായത് ഉളുക്ക് ചതവ് അത് കണ്ടുപിടിക്കുക എന്നതല്ലാതെ ചികിത്സാ രീതികൾ എന്തെങ്കിലും വേറെ മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പാമ്പ് കടിച്ചാൽ ആശുപത്രിയിൽ നിന്ന് മരിച്ചു പറഞ്ഞിട്ട് കൊണ്ടുവരൂലേ, അതിനെ നീപ്പിച്ചാലേ മരുന്നുണ്ട് ഇപ്പോൾ കയ്യിൽ. അതിപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ല എനിക്ക്. അങ്ങനത്തെ കിട്ടണം, ആശുപത്രിയിൽ നിന്ന് മടക്കിക്കൊണ്ടുതന്നെ കിട്ടണം. അല്ലാത്തതിന് പാമ്പ് കടിച്ചു പറഞ്ഞ് വരുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളെ പോലീസ് പിടിച്ചും അങ്ങനത്തേനൊക്കെ പോയാലേ. അപ്പോൾ മരിച്ചു പറഞ്ഞ് കൊണ്ടുവരുമല്ലോ, അതിനെ നീപ്പിച്ചാലേ മരുന്ന് കയ്യിലുണ്ട്. ഇപ്പോൾ അത് എങ്ങനെയാ വെച്ചാൽ ആദ്യം കണ്ണിലൊരു പൊടിയിടും. ആ പൊടി ഇട്ടിട്ട് അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഒഴിച്ചും, അപ്പോൾ മരിച്ചിട്ടില്ല എന്നറിയും. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ അരി ഇട്ട് കഞ്ഞി വെക്കാൻ പറയും. ഞാൻ ഈ മരുന്ന് കൊടുന്ന്
കുത്തിച്ചതച്ച് ആദ്യം നെറുവിൽ വരുത്തും, എന്നിട്ട് പിന്നെ മൂക്കത്ത് മണപ്പിച്ചും, പിന്നെ കാലിൻ്റെ അടിയിൽ മണപ്പിച്ചും. അത്രയേ ഉള്ളൂ. പിന്നെ ഈ കഞ്ഞി വെന്ത് ചൂടാറി കുടിച്ചേണ്ട ഭാഗമാകുമ്പോഴേക്ക് ഇയാൾ നീച്ചും. ആ, അത് വേറെ സംഭവമാണ്. അതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കേട്ടിട്ട് ഇനി വേറെ ആരെങ്കിലും തേടി വന്നെങ്കിലുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഞാനിപ്പോൾ ഇതൊക്കെ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ശരിക്കും നമ്മൾ ഇടത്തനാട്ടുകരയിൽ ശരിക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഇനിയില്ല, ആരും പഠിച്ചിട്ടില്ല. കരോട്ട പഠിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ കളരിപ്പയറ്റൊന്നുമില്ല, വേറെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. ജിമ്മിന് പോവുക, അതൊക്കെ നല്ലതാണ്. ഫിസിക്കലായിട്ട് നമുക്ക് കുറേ സ്ട്രെങ്ത്തൊക്കെ ഉണ്ടാവും, മാനസിക പിരിമുറുക്കത്തിൽ നിന്നൊക്കെ ഒഴിവാക്കുക. പക്ഷേ കളരിപ്പയറ്റ് വലിയ നഷ്ടമായി ഇവിടുന്ന് പോയത്. വേറെ ചികിത്സാ രീതികൾ അറിയോ? മരുന്ന് വേറെ വൈദ്യം എന്ന് പറഞ്ഞാൽ തീ കൊള്ളിനെല്ലാം മരുന്നുണ്ട്. അത് ഞാൻ സ്വയം കാച്ചിയതാണ്. അത് ആരും പറഞ്ഞു തന്നിട്ട് കാച്ചിയതൊന്നുമല്ല. അത് നമ്മളൊരു കുട്ടി ആകെ വെന്തു. ഇവിടെ 1 മാസം കടത്തി MSൽ. എന്നിട്ട് പിന്നെ പെരുന്നവണ്ണ കൊണ്ടുപോയി, ഗവൺമെൻറ്റിൽ കൊണ്ടുപോയി, രാമദാസിൽ കൊണ്ടുപോയി, അവിടെ ഒന്നും എടുത്തില്ല. പിന്നെ എന്നാൽ കോഴിക്കോട് പോകുക പറഞ്ഞാൽ അങ്ങനെ പോയപ്പോൾ ബാലോപാലിൻ്റെ അവിടെ ഇറക്കി. അവിടെ നിന്ന് നോക്കി. അപ്പോൾ അവിടെ കടത്തി കുറച്ച് ദിവസം നോക്കട്ടെ ഇറങ്ങാണ്ട് അങ്ങനെ 76 ദിവസം അവിടെ കടത്തി. 1 ഇഞ്ചിക്ക് മുറി ഉണങ്ങിയില്ല എവിടുന്നും. ഞാൻ അവിടുന്ന് കൊടുന്നിട്ട് സ്വയം എണ്ണേന കാച്ചി. ആ എണ്ണേന കാച്ചിട്ട് 8 ദിവസം കൊണ്ട് ആകണ്ട് ഉണങ്ങി. പിന്നെ ചൊറിഞ്ഞു മാന്തി അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ കൊണ്ടുവരുന്നു. അങ്ങനെ പിന്നെ മാറിയിട്ട് ഞാൻ ബാലോപാലിൻ്റെ അവിടെ കൊണ്ടുപോയി ഇവളെ കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ഓളെ പിടിച്ച് നാറ്റി ബാലോപാലം എന്തൊക്കെ ചെയ്തു എന്നറിയോ. അങ്ങനെയൊക്കെ ഉണ്ടായി. അത് സ്വയം ഞാൻ കാച്ചി തന്നെയാണ് എണ്ണ, ആരും പറഞ്ഞു തന്നിട്ടൊന്നുമല്ല. ആദ്യം ഒരു എണ്ണ കാച്ചി, അത് പറ്റൂലെന്ന് തോന്നി. പിന്നെ 2ാമത്തെ എണ്ണയെ കാച്ചി, പച്ചമരുന്ന്. ഇനി വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാടായിട്ട് ഇപ്പോൾ നിലവിലുള്ളൊരു പ്രശ്നമാണ് ഒരു ഭാഗം കുഴഞ്ഞു പോവുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചികിത്സകൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു മാറാനുള്ളൊരു ചികിത്സാ രീതികൾ? തളർന്നാൽ ഞരമ്പ് ശരിയാവില്ലോ. ഞരമ്പെല്ലാം തളരുന്നത്. അത് ഉയ്യാൻ പറ്റില്ല. അത് ഉയ്ഞ്ഞാൽ വേറെ സോക്കട് വരും. ബാധത്തിലേക്ക് പെട്ടതാണ് അതൊക്കെ. അതൊന്നും ഉയ്യാൻ പറ്റില്ല. നമ്മുടെ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് നേരാക്കാൻ വലിയ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പൊട്ടിയത് ഞാൻ ഒഴിച്ചിലില്ല. പൊട്ടിയത് ഇപ്പോൾ ഇവിടെ പൊട്ടിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ കജ്ജോണ്ട് ഇങ്ങനെ പൊടിച്ചാൻ പറയും. ആ പൊടിത്തം കിട്ടില്ല അവർക്ക്. പൊട്ടിയത് പൊടിത്തം കിട്ടില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പൊട്ടിക്കണമെങ്കിൽ പൊടിച്ചാൻ കിട്ടില്ല. അങ്ങനെയൊക്കെ ഇല്ല, ഇതൊക്കെ അറിയും. ഇതേ മൈമകൾക്ക് 92 വയസ്സായി. സംസാരിക്കുന്ന സമയത്തൊക്കെ ഓർത്തെടുത്തിട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒന്നും വിട്ടു പോകുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസമുള്ളൊരു എപ്പിസോഡായത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ രസമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്ന സെക്കൻഡ് പാർട്ടുണ്ട്. അത് ഇതിനൊക്കെ രസമാണ്. കുറേ പേഴ്സണലായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അല്ലേ. അന്ന് ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഉള്ളൊരു നല്ലൊരു സെക്കൻഡ് പാർട്ടാണ്. കാത്തിരിക്കുക, അടുത്ത ആഴ്ച നമുക്ക് കാണാം.